ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് പിടി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. സാധാരണ അരിപ്പൊടിയും കൊണ്ടൊക്കെ പിടി ഉണ്ടാക്കാറുണ്ട്. നമ്മൾ റവ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. റവ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും, നമുക്കതിന് സോഫ്റ്റ് ആയിരിക്കത്തില്ല അത്രയും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആദ്യം റവ ആവശ്യത്തിന് എടുക്കുക. അതിനുശേഷം ചിരണ്ടിയ തേങ്ങ അതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ജീരകം. ഓക്കെ. പിന്നെ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ചൂടുവെള്ളം ഉണ്ടാക്കണം കേട്ടോ. വെള്ളം തിളപ്പിച്ച് എടുക്കണം. ചൂടുവെള്ളത്തിൽ കുഴച്ചാലാണ് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടാനും റവ അതുപോലെ ഉണ്ട ഉരുട്ടിയെടുക്കുമ്പോൾ ഉണ്ടയാവാനും വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അത് നമുക്ക് ആവശ്യത്തിന് ജീരകം ഇട്ട് കൊടുക്കുക. ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഇതിനകത്ത് ഉണ്ടാവും. ജീരകം ഇട്ട് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ വേറെ നോയ്സ് ഒക്കെ ഉണ്ടാവും. ഞാൻ പുറത്തിരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ഇതെടുത്ത സമയത്തല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, റെക്കോർഡ് പിന്നീടാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഇളക്കി ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ. പച്ചവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര ഇത് കിട്ടത്തില്ല നമുക്ക്. ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക, നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല പുട്ടിന് കുഴയ്ക്കുന്ന പോലെയല്ല, നല്ല രീതിയിൽ അത് ഉണ്ടാക്കി നമുക്ക് എടുക്കണം. പെട്ടെന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പെട്ടെന്ന് നമുക്ക് റവ നല്ല പശയോട് കൂടിയിട്ട് തന്നെ കിട്ടും. നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി, നല്ല ഇതിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് കുറച്ച് മെനക്കേടുണ്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല ഇത്. കുറച്ച് ടൈം എടുക്കും, നല്ല ക്ഷമ വേണം. എന്നാൽ മാത്രം നമുക്കിത് അതുപോലെ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പുട്ടിനൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ആ ഒരു പരുവത്തിന് വെള്ളം ചേർത്തില്ലെങ്കിൽ പുട്ട് കുഴഞ്ഞു പോകുന്ന പോലെ ഇതിന് അങ്ങനെ പ്രശ്നമില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. നമ്മുടെ ആ ഉണ്ട കിട്ടുന്നത് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നല്ല പരുവത്തിൽ അത് കുഴഞ്ഞു കിട്ടണം. എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളത്. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം, കുറച്ചും കൂടെ നല്ല രീതിയിൽ കിട്ടും. ഇതിന് ശേഷം നമ്മളിത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി മാറ്റണം. ഇതിപ്പോൾ നമ്മളെടുത്ത മാവ് മൊത്തം ഒരുമിച്ച് നമ്മളെടുത്താണ്. ഇപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമ്മളത് മാറ്റണം. നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ, പൊട്ടിച്ചായാലും പൊട്ടിക്കാതെ ആയാലും ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ചെറിയ 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 ഉണ്ടകളാക്കിയിട്ട് മാറ്റണം. അതാണ് അടുത്ത പണി. ഓക്കെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നൊന്നും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല, കുറച്ച് ടൈം എടുക്കും. വീട്ടിൽ കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കൊച്ചും വന്നു എന്നെ സഹായിക്കാനാണെന്ന് പറഞ്ഞിട്ട്. അവളും ഉണ്ട്. മൂത്ത കുട്ടിയാണ് കേട്ടോ ഇത്. നിധി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. നിധി മോളും കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വന്നു. അവൾക്കൊരു ചെറിയ പീസ് എടുത്ത് മാറ്റി കൊടുത്തു കളിക്കാൻ വേണ്ടിയിട്ട്. അവളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ പിള്ളേരും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വീട്ടിലുണ്ടായിരുന്നു. അപ്പം ചേച്ചിയുടെ കുട്ടിയും എന്നെ ഹെൽപ്പ് ചെയ്തു ഇത് ഉരുട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെയാണ് നമുക്കൊരു സംഭവം കിട്ടുന്നത്. ഇത് റൗണ്ടിൽ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഫുള്ള് മാവും നമ്മളത് ഉണ്ടാക്കിയെടുത്തു. സക്സസ്ഫുള്ളി നമ്മളത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിത് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെക്കണം കേട്ടോ. ഇത് മൂടിക്കിടക്കണം. അതിനുള്ള വെള്ളം വെക്കണം. തീ കത്തിച്ച ശേഷം നമ്മളിത് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. ഓക്കെ. അത് തിളച്ച് കഴിയുമ്പോഴാണ് ഇനി അടുത്ത പണി. കാണിച്ചേ No. Papa, no. Papa, no. നോക്കിയാതി. നമ്മളെ കുക്കിങ്ങിൽ സഹായിക്കാനായിട്ട് ആദിയും നിധിയും വൈഫൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ വെള്ളം ചൂടായി കഴിയുമ്പോഴേക്ക് തേങ്ങ
തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇന്ന് നിധി കൂടുതലായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെയാണ് കേട്ടോ നിധി ഇന്ന്. അല്ലേ നമ്മൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ ഓടി വരുന്നതാണ്. കുറച്ചു നേരം എന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് നിന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവളെ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. പണിയൊന്നും നടക്കത്തില്ല. പിന്നെ അതാ പിന്നീട് നമ്മൾ കുറച്ച് ജീരകം ആ വെള്ളത്തിലേക്ക് ചേർക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ഒരു സ്മെല്ല് ഇങ്ങനെ തിളച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ വരും കേട്ടോ. നല്ല ഒരു ഇതാണ്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ഇത്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അത്. അത് ഈ പാത്രമൊക്കെ തള്ളി താഴെ ഇടുന്നുണ്ട്. അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ ഇടയ്ക്ക് കേൾക്കുന്നവിടെ. മറ്റ് സാധനങ്ങളൊക്കെ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പുണ്ടോ നോക്കണം. വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ നോക്കണം കേട്ടോ. ഉപ്പുണ്ട്, കൃത്യമായിട്ടാണ് ഉപ്പുള്ളത്. കണ്ണിലെന്നാ നിന്റെ കണ്ണിലെന്നാ പിന്നെ അത് തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്മെല്ല് വരും. നല്ല ഒരു ഇതാണ് കേട്ടോ അതിൻ്റെ സ്മെല്ല്. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമായിരിക്കും ഇത്. ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബാലൻസ് കുറച്ച് റവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തിന് കുറച്ച് കട്ടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ ഉണ്ട സെപ്പറേറ്റ് ആയിട്ട് കിടക്കും, ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ റവ ബാലൻസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അടി പിടിക്കാതെ കേട്ടോ. അല്ലെങ്കിൽ കട്ടയാവാതെ, തിളച്ച വെള്ളമായതുകൊണ്ട് കട്ടയാവാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നാലേ അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. തിളച്ച് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണ്ട നമ്മളെടുത്ത് അതിനകത്തേക്ക് ഇടുക. ഞാൻ ആദ്യം കൈകൊണ്ട് എടുത്തിടാൻ നോക്കിയപ്പോൾ അത് അട്ടർ ഫ്ലോപ്പായിരുന്നു. കാരണം വെള്ളം നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. ഈ വെള്ളം ശരിക്കും തിളച്ചിരിക്കുന്നുണ്ട്. നമ്മൾ കൈയും കൊണ്ട് അങ്ങ് എടുത്തിടുമ്പോഴേക്കും അത് ഇങ്ങനെ തെറിക്കുക വെള്ളം മുകളിലേക്ക്. ദേഹത്തെങ്ങാനും ചാടിക്കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കൈ കൊണ്ട് കോരിയിടാതിരിക്കുക. തവിയോ മറ്റെന്തെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് കോരിയിടുക കേട്ടോ. തവി ഉപയോഗിച്ച് കോരിയിടുന്നതന്നെയാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് കയ്യിൽ ചൂടടിക്കത്തില്ല, പിന്നെ അത് പൊട്ടാതിരിക്കുകയും ചെയ്യും. പേടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി എറിയുന്നേക്കാളും നല്ലത് തവി കൊണ്ട് തന്നെ, പരന്നൊരു തവിയും കൊണ്ട് കോരി ഇടുന്നത് തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ. കുഴിഞ്ഞ തവി കോരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ തവിക്കകത്ത് കയറാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പരന്ന തവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇടുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഈ റവ ചൂടുവെള്ളത്തിൽ കുഴച്ചത് കൊണ്ട് പകുതി വെന്തിട്ടുണ്ടാവും റവയുടെ ഉണ്ടയൊക്കെ. ബാക്കി നമ്മൾ വേവിക്കുകയും ചെയ്തല്ലോ. തിളച്ച് കഴിയുമ്പോൾ തന്നെ മറ്റേ പൊടിയും വെന്തിട്ടുണ്ടാവും. ഇത് മൊത്തം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അത് നമുക്ക് ശരിക്കും കുറുകണം, അതുവരെ വെയിറ്റ് ചെയ്യണം. കുറിക്കാൻ മാത്രം പോരാ, അതിനുള്ളിൽ കട്ട വേകാനുണ്ടെങ്കിൽ അത് വേകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി എന്ത് ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാനില്ല. ഇത് വെന്ത് കഴിയുമ്പോഴേക്കും തിന്നണോ? വാങ്ങി പ്ലേറ്റിൽ ഇട്ടുക, കഴിക്കുക. അത്രേ ഉള്ളൂ. ആദ്യം കൂടെ നോക്ക്. ആദ്യം എന്താ പരിപാടി? ആദ്യം എന്താടാ പരിപാടി? അയ്യേ 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 അയ്യേ, മുഖത്തോടെയൊക്കെ തുപ്പലായി. അയ്യേ ഇത് അത്യാവശ്യം ആയി വരുന്നുണ്ട് കേട്ടോ. വേവാറായിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അത്യാവശ്യം വേവാറായിട്ടുണ്ട്. ആദ്യം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടേ. നമ്മുടെ കൂടെ തന്നെ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്.
നീയാണോ ഇന്ന് കമൻട്രി പറയുന്നത്? ആണോ? നീയാണോ ഇന്ന് കമൻട്രി പറയുന്നത്? അച്ഛയ്ക്ക് വരുന്ന മോളാണേ കമൻട്രി പറയുന്നത്. ആൾ വന്നിട്ടുണ്ടേ, വെന്തിട്ടുണ്ടോ ടേസ്റ്റ് ഉണ്ടോ നോക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർമ്മ എടുത്ത് നോക്കാം വെന്തോന്നേ. മോളുടെ കാല് ഉപ്പ് നോക്കാൻ വന്ന വേറെ ആരുമല്ല, എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചേച്ചിയാണ് ഉപ്പ് നോക്കുന്നതെന്ന്. വേറൊരു സ്പൂൺ ഒന്നുകൂടെ തല കേട്ടോ. അപ്പോൾ ചേച്ചി കുറച്ചുകൂടെ വേവാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. കൊള്ളാവോ ആദി? അമ്മ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കിട്ടി. അമ്മ ഞാൻ പാത്തുപോയി. അമ്മ വന്നെന്ന് പറയുമ്പോഴേക്കും അമ്മ ഓടി കേട്ടോ. അമ്മനെ പക്ഷെ കണ്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചോണ്ട് വെന്നുണ്ടാവും. നല്ലൊരു പൊടിക്ക് കുറച്ചും കൂടെ വേവാനുണ്ടെന്ന് ചേച്ചി പറഞ്ഞ്. അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തപ്പോഴേക്കും അത് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറിയൊക്കെ യൂസ് ചെയ്യാം. അല്ലാതെ പഞ്ചസാര ഇട്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി, വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് നമുക്ക് നമ്മുടെ നിതിമോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, 18-ാം തീയതി. അപ്പം അന്നാണ് ഈ വീഡിയോ എടുത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഫുഡിൻ്റെ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാമല്ലോ. പിന്നെ അമ്മൂനും കുഞ്ഞുകുട്ടനൊക്കെ ഫേസ് കാണിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. നമ്മുടെ വീഡിയോയ്ക്കകത്തൊക്കെ വരാനൊക്കെ അവർക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. നമ്മൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തു, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായമാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള പ്രചോദനമാകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്തായാലും നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഫുഡിനെ കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യേ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. പിന്നെ ദൈവം സഹായിച്ച് ഇതുവരെ ഞാനുണ്ടാക്കിയ ഫുഡ് ഒരാളും കുറ്റം പറഞ്ഞിട്ടില്ല. നമ്മൾ വലിയ കുക്കൊന്നുമല്ല, എന്നാൽ പോലും ആരും കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം കുറേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു, അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, വീഡിയോ ഇവിടെ തീരാൻ പോകും കേട്ടോ, വൈൻഡപ്പ് ചെയ്യാണ്. ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.